അടുക്കളയിൽ നിൽക്കുന്ന കണ്ടിട്ട് ദേവയാനിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ കേട്ടോ. ദേവയാനി ഓർക്കാണ് എല്ലാവരെയും പറഞ്ഞു മയക്കി ഇവളിങ്ങനെ കുടുംബത്തിൽ കയറി നിൽക്കുകയാണല്ലോ. ആദർശനാണെങ്കിൽ പോലും എന്നോടുള്ള ആ ഒരു ദേഷ്യം കാരണമാണ് ഇപ്പൊ അവളെ സ്നേഹിക്കാത്തത്. കുറച്ച് അവസരം കിട്ടിയപ്പോഴും അവൻ അവളെ സ്നേഹിക്കും. അതുകൊണ്ട് അതൊരിക്കലും പാടില്ല. എങ്ങനെയെങ്കിലും അവളെ മാനസികമായി തളർത്തി ഇവിടുന്ന് പറഞ്ഞേക്കണം എന്ന് ആലോചിക്കുകയാണ് കേട്ടോ ദേവയാനി. അങ്ങനെ ദേവയാനി നയന ഇങ്ങനെ അടുക്കളയിൽ ജോലി എന്ന് കണ്ടിട്ട് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. നയനയാണെങ്കിൽ ധൃതി വെച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ഒരുങ്ങാനായിട്ട് തുടങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ദേവയാനി അടുക്കളയിലേക്ക് പോകുന്ന കണ്ടിട്ട് ആദർശം അവിടെ നോക്കുന്നുണ്ട്. എന്തിനാ ഇപ്പൊ അമ്മ നയനടുത്തേക്ക് പോകുന്നേ എന്നിട്ടോ. അങ്ങനെ നയനടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഓഹോ നീ ഇപ്പം പാചകമൊക്കെ ചെയ്ത് എല്ലാവരും മയക്കി കയ്യിലെടുത്തിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പം നയന പറയാണ്, ഒരു വീട്ടിൽ എന്ത് ജോലി ചെയ്യണമോ അതാണ് ഞാൻ ചെയ്യുന്നത്, അതിലാരും മയക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയാണ്. ദേവയാനി പറയാണ്, ഇപ്പൊ നീ എന്നോട് തിരിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങിയല്ലേ, ജയേട്ടനും അങ്ങനെ പറഞ്ഞപ്പോ നിനക്കിപ്പോ ധൈര്യമായി കാണും എന്നെ എന്ത് വേണമെങ്കിലും പറയാന്ന്. അപ്പോഴേക്കും നയനെ പറയാണ്, എന്നെ ആവശ്യമില്ലാതെ ആരും ഒന്നും പറയാതെ ഞാൻ അവളോടൊന്നും പറയാറില്ല എന്ന് നയനയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദേവയാനി പറയാണ്, എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി, നീ ആരാണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് ദേവയാനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും നയനെ പറയാണ്, അമ്മയോട് തർക്കിക്കാനൊന്നും ഞാനില്ല, ഞാൻ എന്റെ ജോലി ചെയ്യാണ്, അതിനുശേഷം എനിക്ക് വീട്ടിലേക്ക് പോകണം, അവിടെ പോയിട്ട് എന്റെ ജോലികൾ തീർക്കണമെന്ന് പറയുന്നു. അപ്പോഴേക്കും ദേവയാനി പറയാണ്, അവരുടെ കുടുംബത്തെ മനഃപൂർവ്വമായിട്ട് വലിച്ചഴിക്കാൻ നോക്കുകയാണ് കേട്ടോ. അതായത് നയന എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ച് അത് ആദർശിനോട് പറയണം, അങ്ങനെ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പഴയതുപോലെ അവളെ ഇറക്കി വിടണം എന്നൊക്കെ ഒരു മനസ്സിലൊരു ഉറപ്പിച്ചിട്ടാണ് ദേവേനി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ദേവേനി പറയാണ്, നിന്റെ അമ്മയും അച്ഛനൊക്കെ പക്കാ ഫ്രോഡുകളാ, നിന്നെ കൊണ്ട് അവർ ജീവിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ നയന പറയാണ്, അതെങ്ങനെ അമ്മയുടെ മകൻ ജോലി ചെയ്തിട്ടല്ലേ അമ്മ ജീവിക്കുന്നത്, അമ്മയുടെ ഭർത്താവും അതുപോലെ തന്നെയല്ലേ ഉള്ളൂ ഞാനും, ഞാൻ പെണ്ണായി പോയതുകൊണ്ട് അത് മാറ്റുന്ന നിർബന്ധമല്ലേ ഉണ്ടോ, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും വീട്ടിലേക്ക് സമ്പാദിച്ചിടുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഞാൻ കാണുന്നില്ല, എന്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നയന. അപ്പോഴേക്ക് വീണ്ടും ദേവയാനി ഓരോരോ ഇങ്ങനെ അച്ഛനമ്മയെ കുറിച്ച് മോശമായിട്ട് തന്നെ പറയണം കേട്ടോ. നിന്റെ മൂത്ത ചേച്ചി ഉണ്ടല്ലോ, അവളെയാണെങ്കിൽ നിന്റെ അമ്മയും അച്ഛനെയും കൂടെ പിഴപ്പിച്ചു, അതിനുശേഷം അവളുടെ വയറ്റിലൊരു കുട്ടിയുമായിട്ട് ഏറ്റവും വലിയ തറവാട്ടിലേക്ക് തന്നെ അവളെയും കയറ്റി വിട്ടു. അതുപോലെ തന്നെയായിരുന്നു നിന്നെയും ആരെങ്കിലും ലക്ഷ്യം വെച്ചിരുന്നപ്പോഴാ നവി അബിയെയും കൂട്ടി ഒളിച്ചോടി പോയത്. ആ അവസരം മുതലാക്കി നിന്റെ അമ്മ ആദർശിന്റെ കയ്യിലേക്ക് നിന്നെ പിടിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. എല്ലാം മനസ്സിലായി, നിന്റെ അച്ഛൻ പക്കാ ഫ്രോഡാണ്, അയാൾ തട്ടിപ്പോയെന്നാണ്, അത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുന്നു. നയന പറയണം, അമ്മേ ഞാൻ അമ്മയോട് ഉടക്കാണെന്നില്ല, ദയവ് ചെയ്ത് എന്റെ അച്ഛനമ്മേനെയും അമ്മ പറയരുത്, അമ്മേനെ കുറിച്ച് മോശമായിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞപ്പം അമ്മയുടെ മോൻ എന്തുമാത്രം സഹിച്ചില്ല, അമ്മയുടെ മോൻ അതിനെ പേര് എന്നെ ഇറക്കി വിടാനും എന്നെ അടിക്കാൻ വരെ വന്നില്ലേ, അതുപോലെ തന്നെയല്ലേ എനിക്കും, ഞാനും ഒരു മകളല്ലേ, ഒരു അമ്മ പ്രസവിച്ച മകളല്ലേ, ആ അമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അത് കേട്ടു നിൽക്കാൻ പറ്റും, അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും ദേവേനി പറയാണ്, ഓഹോ അപ്പൊ ഞാൻ നിനക്ക് വേണ്ടി നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിച്ചില്ലെങ്കിലും എന്നെ നോവിക്കാതിരുന്നാൽ മതി എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവേനി പറയണം, പറ്റില്ലടി, എനിക്ക് അങ്ങനെ പറ്റില്ല, നീ ഇവിടെ സുഖിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല, നീ എന്റെ മോന് വേണ്ട, എന്റെ മോൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കത്തുമില്ല, എന്നെ മറന്നിട്ട് അവൻ ഒരിക്കലും എന്നോട് ജീവിക്കത്തുമില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും നയനെ പറയാണ്, എനിക്ക് വിശ്വാസം ഉണ്ട് അമ്മേ, ആദർശേട്ടൻ എന്തെങ്കിലും ഒരിക്കൽ എന്റെ മനസ്സറിയും, എന്നെ സ്നേഹിക്കുമെന്ന്, അതുവരെ ഞാൻ ഈ വീട്ടിലുണ്ടാവുമെന്ന് പറയുമ്പോൾ എനിക്കറിയാടി നീ ഇവിടുന്ന് കടിച്ചു തൂങ്ങി കിടക്കുമെന്ന്, നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ലാന്നും എനിക്കറിയാം, നീ അത്രമാത്രം ഈ കൊട്ടാരത്തിൽ സുഖിച്ച് ജീവിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവേനെ ചോദിക്കുമ്പോൾ നയനെ പറയാണ്, അമ്മേ എനിക്ക് ഈ ഒരു കൊട്ടാരത്തോട് ആഗ്രഹമൊന്നുമില്ല, ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാനൊക്കെ വളർന്നു വന്നത്, ആ സാഹചര്യം എനിക്കറിയാം, ആ സാഹചര്യത്തിൽ വളരാനാ എനിക്ക് ഇപ്പോഴും ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പോയ ജോലി അവർക്ക് ചെയ്തു കൊടുത്തേന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ ദേവേനി പറയാണ്, എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി, നിന്റെ മനസ്സിലുള്ള കുത്തിത്തിരിപ്പം എല്ലാം മനസ്സിലായി, നിന്റെ അച്ഛനുണ്ടല്ലോ അങ്ങേരാണ് ആദ്യം തീരേണ്ടത്, നിന്നെ പോലുള്ളമാരൊക്കെ വളർത്തി ഈ ഭൂമിയിലേക്ക് അയച്ചില്ലേ, അതുകൊണ്ട് അങ്ങേര് തന്നെ തീരണം, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ വാർത്തയായിരിക്കും ഈ അനന്തപുരി കേൾക്കാൻ പോകുമെന്ന് പറയുമ്പോഴേക്കും നയനയാണെങ്കിൽ മിണ്ടിപ്പോവരുത് എന്നും പറഞ്ഞിട്ട് ദേവയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. ഇനി ഒരു വാക്ക് അമ്മ മിണ്ടിയാൽ അമ്മയാണെന്ന് പോലും ഞാൻ ഓർക്കില്ല, ഇനി എന്നെ ഇതിൽ കൂടുതൽ കൂടെ പറയിക്കരുതെന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ടേക്ക് കടന്നു പോകുമ്പോൾ ദേവയാനി അവിടെ നിൽക്കുന്ന ആദർശിനെ കാണാണ്. ആദർശനോട് പറയുന്നു, ആദർശെ കണ്ടില്ലേ, അവൾ എന്താ പറഞ്ഞത് നീ കണ്ടില്ലേ, അവള് പറയാ ഇനി മിണ്ടിയൽ അമ്മയാണെന്ന് പോലും ഞാൻ കരുതില്ലാന്ന്. അപ്പോൾ അവൾ എന്താ പറഞ്ഞർത്ഥം, അവൾ എന്നെ അടിക്കുമെന്നല്ലേ, അവളെന്താ മോശമായിട്ട് സംസാരിച്ചെന്ന് കണ്ടില്ലേ, നീ പ്രതികരിക്കുന്നില്ലേ ആദർശ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയണ, അമ്മയൊക്കെ ഒരു അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ശരിക്കും ഞെട്ട് നിൽക്കാണ്. അമ്മ ഈ അടുക്കളയിലേക്ക് വന്ന് കയറിയപ്പോൾ മുതലുള്ള എല്ലാ സംഭാഷണങ്ങളും ഞാൻ കേട്ടു, അതുകൊണ്ട് പറയാണ് നയന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, അവളെ മര്യാദയ്ക്ക്
ജോലിക്ക് അടുക്കളയിൽ നിന്ന് ജോലി കയറുന്നില്ലേ, അമ്മയല്ലേ അവളെ ഓർന്നൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അമ്മ അവളുടെ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും എന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടു. അവളുടെ തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് പകല് പോലെ മനസ്സിലായ കാര്യമല്ലേ. എന്റെ ജീവിതത്തിലേക്ക് അവൾ വന്നത് മനഃപൂർവ്വം ആയിരുന്നില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ട് പിന്നെ എന്തിനാ അമ്മ അവളെ ഇങ്ങനെ ആവശ്യമില്ലാതെ പറയുന്നത്? ഏതൊരു മനുഷ്യനായാലും അവരുടെ മനസ്സിലും കാണില്ലേ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ. നയന തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അത് അമ്മയ്ക്കും ഉറപ്പല്ലേ. പിന്നെ എന്തിനാ അമ്മയ്ക്ക് ഇങ്ങനെ അവളോട് ഇഷ്ടമില്ലാത്തത്? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് പോട്ടെ, പക്ഷെ ഒരാളുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് എത്രമാത്രം നോവെന്ന് അമ്മയ്ക്ക് മനസ്സിലായതല്ലേ മിനിഞ്ഞാന്ന്. അവൾ എന്റെ മുമ്പിൽ വെച്ച് അമ്മയെ അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടായി. അതുപോലെ തന്നെയല്ലേ ഇപ്പം അവളോട് അവളുടെ അമ്മയെക്കുറിച്ച് നേരിട്ട് അവളുടെ മുഖത്തടിച്ച് പറയുമ്പോൾ എന്തുമാത്രം വിഷമം അവൾക്ക് കാണും. അത് എന്നെ പോലെ തന്നെയല്ലേ അവളൊരു പെണ്ണായി പോയെന്നും ഈ വീടിന്റെ മരുമകളായി പോയെന്നും പറഞ്ഞിട്ട് അവക്ക് വിഷമിക്കാൻ പാടില്ലാന്നോ പ്രതികരിക്കാൻ പാടില്ലാന്നോ വല്ലതും ഉണ്ടോ? അതുകൊണ്ട് അമ്മ ഇനി മേലാൽ ഇങ്ങാതി വർത്താനം പറയരുതെന്ന് പറയുമ്പോൾ ദേവേന ചോദിക്കാണ്, എന്താടാ നീ എന്റെ നേരെ തിരിയാണോ? അപ്പം അവള് പറഞ്ഞൊന്നും ഒന്നും അല്ലേ, എന്നെ അടിക്കാൻ അവള് കയ്യോങ്ങിയതൊന്നും അല്ലേ. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഞാൻ ഇവിടുന്ന് എല്ലാം കണ്ടോണ്ടായിരുന്നേ, അവൾ അടിക്കാനൊന്നും കയ്യോങ്ങിയില്ല. അമ്മ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അമ്മയാണ് നോക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കണ്ടോണ്ടിരുന്ന അമ്മ മനഃപൂർവ്വം വന്ന് അവളെ ചൊടിപ്പിക്കുന്നതും ആവശ്യമില്ലാതെ അവളെ തട്ടിക്കയറുന്നതും അവളുടെ അച്ഛനും അമ്മയെ കുറിച്ച് ഇനി മേലെ അമ്മ പറഞ്ഞത് ഞാൻ കേൾക്കരുത്. കാരണം എന്റെ അമ്മച്ചിയെ കുറിച്ച് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാല് ഞാൻ അതൊന്നും കേട്ടോണ്ടിരിക്കില്ല. അതുപോലെ തന്നെയല്ലേ അവളും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അമ്മ അവളെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ദേവേൻ ഇങ്ങനെ ആകെപ്പാടെ കലിപൂണ്ട് ഇങ്ങനെ എളിബിയായി അവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്, ഇവളുടെ മുമ്പ് വെച്ച് നാണം കെടുത്തി കളഞ്ഞല്ലോ. എന്നിട്ട് ദേവേനിട്ട് അവളോട് പറയാണ്, എന്താടി നിനക്കിപ്പോ സന്തോഷമായില്ലേ? എന്റെ മകൻ എന്നെ വെറുക്കണം, അതല്ലേ നിന്റെ ആഗ്രഹം? അതിനുവേണ്ടി മനഃപൂർവ്വമായിട്ട് നീ ഇപ്പോൾ ഇവിടെ സീൻ ക്രിയേറ്റ് ചെയ്തല്ലേ. ഞാൻ വന്ന് പറയുമ്പോൾ അവനെ നിൽക്കുന്നത് കണ്ടിട്ട് നീ മനഃപൂർവ്വം അഭിനയിച്ചതല്ലേ ഒന്നും പറയാത്തതുപോലെ. എനിക്കറിയാം നിന്റെ സ്വഭാവം, നീ എത്രമാത്രം ഇതാണെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയുമ്പോൾ നയന പറയണം, അമ്മയെ ദയവ് ചെയ്ത് ഒന്ന് ഇവിടുന്ന് പോയി തരാവോ? ഞാനിവിടെ മനസ്സമാധാനം ജോലി ചെയ്തോട്ടെ. ഈ ജോലികളെല്ലാം തീർത്തിട്ട് വേണം എനിക്ക് രാവിലെ എന്റെ വീട്ടിലേക്ക് പോവാൻ. വീട്ടിലേക്ക് പോയിട്ട് എന്റെ ജോലികൾ തീർക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് അമ്മ എന്നോട് മനഃപൂർവ്വമായിട്ട് തട്ടിക്കയറാൻ വരല്ലേ എന്ന് പറഞ്ഞിട്ട് നയന അവളുടെ ജോലികൾ മുഴുകുമ്പോഴേക്കും ദേവേനി ആകെപ്പാടി ഇങ്ങനെ ഒരുമാതിരി ശശിയായ രീതിയിലവിടെ നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും ജലജ ഇത് കണ്ടിട്ട് അങ്ങോട്ട് പറയാണ്, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ? ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ മകൻ പോലും നിന്നെ തള്ളിപ്പറയുന്ന. ഇപ്പൊ എങ്ങനെയായി എന്ന് ജലജ ചോദിക്കുകയാണ്. അനുഭവിച്ചോ? ഞാൻ പറഞ്ഞപ്പോഴൊന്നും നീ എന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്റെ മകൻ നിന്റെ കൈവിട്ട് പോയില്ലേ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൾ വിശ്വസിക്കരുതെന്ന്. അവളെന്ന് നാടകം കളിച്ച് മഴത്തിറങ്ങിയെന്ന് എല്ലാരും കബളിപ്പിച്ച് അവൾ നിന്റെ ഭർത്താവിനെ കൊണ്ട് പോലും നിന്നെ തള്ളിപ്പറഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കയറി. ഇനി അവളിവിടെ ഇറക്കിവിടാന്ന് നീ കരുതണ്ട. അങ്ങനെയാണെങ്കിൽ ആദ്യം നീ ആയിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് ജലജ പറയുമ്പം ദേവേനി രൂക്ഷമായിട്ട് ജലജ നോക്കാണ്. എന്നെ നോക്കി പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ആദ്യം നീ അവളെ ഇറക്കാനുള്ള വഴി എങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ നിന്റെ മകൻ നിന്റെ കൈവിട്ട് പോകും. ഇപ്പൊ തന്നെ നിന്റെ മകൻ നിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇതൊന്നും ആയിരിക്കില്ല പിന്നീട് അമ്മേനെ തന്നെ അവൻ എടുത്തറിച്ച് പറയും എന്നിങ്ങനെ ജലജ പറയുന്നു. അപ്പോഴേക്കും ദേവേനി പറയാണ്, ഇല്ല ഒരിക്കലും സംഭവിക്കില്ല. എന്റെ മകൻ എന്നെ വിട്ട് പോവില്ല. അവളുടെ കൂടെ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടിയിട്ട് ഞാൻ എന്ത് കാര്യം ചെയ്യണോ ഞാൻ അതൊക്കെ ഉടനെ തന്നെ ചെയ്യും. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കും. അതിന്റെ പണികളെ ഞാൻ നാളെ തന്നെ ചെയ്തു തുടങ്ങും. അവളെ നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്തി അടിച്ച് കാണിക്കാം എന്നിങ്ങനെ ദേവേനി പറയാൻ കേട്ടോ. അപ്പൊ ജലജ പറയാണ്, നടന്നു തന്നെ. അതിനൊക്കെ ഞാൻ പലതവണ ശ്രമിച്ചതാ. അവളെ ഒരിക്കലും ഇവിടുന്ന് വിട്ടു പോവില്ല. ഉടുമ്പ് പിടിച്ചേക്കുന്ന പോലെയല്ലേ അവളെ അനന്തോരി പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവൾ ഇവിടുന്ന് പോവില്ല. അവൾക്കിപ്പോ ഈ വീട്ടിൽ നിറച്ച് സപ്പോർട്ടാണെന്ന് പറയുമ്പോൾ ദേവേനി പറയാണ്, നാളെ ഞാൻ അതിന് കാണിച്ചു തരുന്നുണ്ട് അവൾ ഇവിടുന്ന് പോവില്ലയോ എന്ന്. ഇങ്ങനെ ദേവേനി ദേഷ്യപ്പെട്ട് പറയാൻ കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ നാളെ ഞാൻ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.